ചെയ്യാൻ പോകുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു യമ്മി ഡിഷാണ്. നമുക്കറിയാം നമ്മുടെ ഫുഡിലൊക്കെ ഒരുപാട് ഇലക്കറികളും പച്ചക്കറികളും ഒക്കെ എല്ലാ ദിവസവും ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോൾ ഇലക്കറികളിൽ തന്നെ പറയുവാണെങ്കിൽ ഒരുപാട് തരം ചീരകളുണ്ട് അല്ലേ. അപ്പം ഞാൻ ഇന്നൊരു ചീര നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കാം. പക്ഷെ ആരുടെയെങ്കിലും ഒരാളുടെ പറമ്പിലോ വീട്ടുമുറ്റത്തോ ഒക്കെ ഈ ചീര ഇങ്ങനെ വെറുതെ നിൽക്കുന്നുണ്ടെങ്കിൽ, അവർ അറിയില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇത് നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കാം ഈ ചീര. ഒന്നെങ്കിൽ തേങ്ങ മാത്രം ഇട്ട് വയ്ക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ മുട്ടയും കൂടി ഇട്ട് ഉണ്ടാക്കാം. മുട്ട ഇട്ട് വയ്ക്കുന്നതാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടാകുന്നത്. എല്ലാവരും ഒന്ന് കിട്ടുവാണെങ്കിൽ ഉണ്ടാക്കി നോക്കണം. ചീരയുടെ ഗുണങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും തന്നെ അറിയാം അല്ലേ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പം ഈ ഷുഗർ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറൊക്കെ കൂടുതലുള്ളവർക്ക് ചീര കഴിച്ചാൽ അവർക്കത് ഒരു നോർമൽ രീതിയിൽ കൺട്രോൾ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ചീരയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് എല്ലാം സഹായിക്കും. അതുപോലെ തന്നെ ഒരു ക്ലോറോഫിൽ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട് ചീരയിൽ. ആ ക്ലോറോഫില് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ തടഞ്ഞു നിർത്താനുള്ള കഴിവും ഉണ്ടെന്നാണ് പഠനങ്ങളിൽ പറയുന്നത്. പിന്നെ ആസ്മ പോലത്തെ ശ്വാസകോശ രോഗങ്ങളൊക്കെ ഉള്ളവരിൽ ചീര വളരെ നല്ലതാണ്. പിന്നെ ചീരയിൽ അയണും കാൽസ്യവും വൈറ്റമിൻസും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിനും ഹെയറിനും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫുഡാണ്. ചീരയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നു. ഒരു കാര്യം കൂടി നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മെഡിസിൻസ് കഴിക്കുന്നവർ, വാർഫാരിൻ പോലെയുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ അവർ ചീര ഒരുപാട് അവരുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടെന്നാണ് പറയുന്നത്, നമ്മൾ കേട്ടിട്ടുള്ളത്. നമുക്ക് നോക്കാം ഈ ചീര ഏതാണ്. ഇതാണ് നമ്മൾ സാമ്പാർ ചീര അല്ലെങ്കിൽ മുട്ട ചീര എന്ന് പറയപ്പെടുന്ന ചീര. ഇതിൻ്റെ അകത്ത് ഇതുപോലെ പിങ്ക് കളറിലുള്ള ചെറിയ പൂക്കളുണ്ട്. ഇത് നമ്മൾ എടുക്കുന്നത് ആ മുകളിൽ നിന്ന് നമുക്ക് മുറിച്ചെടുക്കാം. ഒത്തിരി ആ മൂത്ത തണ്ടല്ലാതെ നമ്മൾ മുകളിൽ നിന്ന് മുറിച്ചെടുക്കുക. എന്നിട്ടാണ് നമ്മൾ അരിയേണ്ടത്. ഒന്നിച്ച് കൂട്ടിപ്പിടിച്ച് അരിയണം. അരിയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം, കാണിച്ചു തരാം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാനിവിടെ എൻ്റെ കയ്യിൽ ഒരു പിടുത്തം അത്രയും ചീരയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഒന്നിച്ച് പിടിച്ചിട്ട് ചെറുതായിട്ട് കുരുകുരാന്ന് അരിയുക. തീരെ ചെറുതാവണം നമുക്ക് നിർബന്ധമില്ല, കാരണം അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് കറിവേപ്പില, ചെറുള്ളി അവിടെ 10 എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ചീരയിലും ഇടാൻ വേണം, കടുക് പൊട്ടിക്കുമ്പോഴും ഇടാൻ വേണം. പിന്നെ ആവശ്യത്തിന് തേങ്ങ, പിന്നെ പച്ചമുളക്, കടുക്, പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് തേങ്ങയും പച്ചമുളകും ഉള്ളിയും ഇച്ചിരി കരിവേപ്പിലയും കൂടി ഇട്ട് ഒന്നിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞ് ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വേണം കടുക് ഇടാനായിട്ട്. നമ്മൾ ആവശ്യത്തിന് ഒരു 1 സ്പൂൺ കടുക് ഇടുക. കടുക് നന്നായിട്ട് പൊട്ടണം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആദ്യം മാറ്റി വെച്ചിരുന്ന ആ ചെറുള്ളി ഇച്ചിരി എടുത്തിടുക. ആ ഉള്ളിയിലേക്ക് നമ്മൾ ഇച്ചിരി കറിവേപ്പില ഇട്ടുകൊള്ളുക. ഉള്ളിയും കറിവേപ്പിലയും കൂടി വഴറ്റി വന്നു കഴിയുമ്പോൾ ലൈറ്റ് ബ്രൗൺ കളർ ആവണം. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചീരയും തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒന്നിച്ച് വെച്ചിരുന്നത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളുക. മൂടി വയ്ക്കേണ്ട കാര്യമില്ല. മൂടി വെച്ച് കഴിയുമ്പം അത് വെള്ളം ആയിപ്പോവും. അതുകൊണ്ട് മൂടി വയ്ക്കേണ്ട, തുറന്ന് തന്നെ വെച്ചോളുക. പിന്നെ ആവശ്യത്തിന് നമ്മൾ ഉപ്പിടുക. മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ ഇടുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റൊക്കെ ഇരുന്നാൽ മതി. അപ്പോഴത്തേക്ക് അത് പെട്ടെന്ന് വാടി കിട്ടിക്കോളും. പയ്യൊന്ന് വാടി ഒരു അര വേവാകുമ്പോഴത്തേക്കും നമുക്ക് മുട്ട നമ്മൾ എടുത്ത് ചേർത്ത് കൊടുക്കണം. 2 മുട്ടയായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ജസ്റ്റ് ആ മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് നമ്മൾ ഈ ചീരയിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചീരയുടെ നടുക്ക് നമ്മൾ ജസ്റ്റ് സ്പേസ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തുകൊള്ളുക.
ഒഴിച്ച് കൊടുത്തു കഴിയുമ്പം ജസ്റ്റ് ആ ഫ്ലെയിം ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലങ്ങ് കൂട്ടി വയ്ക്കണം. അന്നേരം ആ മുട്ട പെട്ടെന്ന് അവിടെ അങ്ങ് ആയിക്കോളും. ഫുൾ ഫ്ലെയിം വയ്ക്കാതെ നോക്കണം, ജസ്റ്റ് മീഡിയം ഫ്ലെയിം മതി. അതിനുശേഷം നന്നായിട്ട് എല്ലായിടത്തേക്കും മിക്സ് ചെയ്ത് ആ മുട്ട ആ ചീരയുടെ എല്ലായിടത്തും വരാൻ പാകത്തിന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളത് ഇളക്കി കൊടുത്ത് പിന്നെ തീ നമുക്ക് കുറച്ച് വയ്ക്കാം. ഇളക്കി കൊടുത്തത് ഒരു ഡ്രൈ ഫോമിലാക്കി എടുക്കണം. ആ മുട്ടയുടെ അഴുകലെല്ലാം മാറി നല്ലൊരു നല്ല വരണ്ട് വരണം, നല്ല ഉണങ്ങി വരാനുള്ള ഫോമിലേക്ക് എടുത്തോളുക. ഇങ്ങനെ വിട്ട് കിടക്കണം എല്ലാം. നല്ലൊരു ടേസ്റ്റി ഫുഡാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. മുട്ടയുടെയും ചീരയുടെയും എല്ലാത്തിൻ്റെയും ഗുണം ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടും. നമ്മുടെ പറമ്പിലൊക്കെ നമ്മൾ കാണാതെ നിൽക്കുന്ന നമ്മൾ അറിയാതെ പോയ ഒന്നാണ് ഇതെങ്കിൽ തീർച്ചയായും പറിക്കണം, നമ്മൾ യൂസ് ചെയ്യണം, ഉണ്ടാക്കി നോക്കണം.